ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ നെക്സ്റ്റ് കൊന്ന വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെ അറിയാത്തവരാണെങ്കിൽ ഞാൻ കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ വ്ളോഗ് കേട്ടോ കമ്പ്യൂട്ടറിൻ്റെ ഇഷ്ടമുള്ള. അപ്പോൾ കഴിഞ്ഞ എല്ലാ വീഡിയോക്കും നല്ല സപ്പോർട്ട് കിട്ടി. പിന്നെ അന്ന് നമ്മൾ സർപ്രൈസ് ആയിട്ട് എളാമാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട് ഡോറിൽ കൂടെ പോയാൽ എന്തായാലും ഒരു കാണുന്നുള്ളൂ. നമ്മൾ ബാക്ക് ഡോറിൽ കൂടെ പോയി സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ബാക്ക് ഡോറിൽ കൂടെ കാര്യമായിട്ട് പോകുമ്പോൾ ഇതാ നിൽക്കണം നമ്മൾ അനിയ അവിടെ ഊനാലടിക്കാണ്ട് അല്ലെങ്കിൽ എല്ലാ പരിയിലുണ്ടാവും ഒരു കുത്തങ്ങടെ സാധനം അത് ഓനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കയറി ചെന്നപ്പോൾ എളാമ്മ വീട്ടിലില്ല. സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളാരായി ശശി തന്നെ. പിന്നെ എൻ്റെ അമ്മ വണ്ടിയില്ലേ 4 ദിവസമൊക്കെ നിൽക്കുക വിചാരിച്ച് വന്നതിന് പാവം. അപ്പോൾ ഏതായാലും നമ്മൾ കൊടുന്ന സാധനമൊക്കെ അവിടെ വെച്ച് എൻ്റെ അമ്മ ബാഗൊക്കെ ആയിട്ട് വന്നാട്ടോ. എന്ത് ചെയ്യാനാണ്, നമ്മൾ ചെന്ന് കയറിയിട്ടില്ല. അപ്പോൾ എളാമ്മേൻ്റെ മോള് നമുക്ക് അവിടെ തന്നെ ഉണ്ടായി. ഇപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ, അപ്പോൾ നമുക്ക് നല്ല മാങ്ങ ജ്യൂസൊക്കെ അടിച്ചു തന്നിട്ടാ. അപ്പോൾ അതൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ദാ വരുന്ന എളാമ്മ ഇളയിപ്പ്. എളാമ്മയാണെങ്കിൽ ഉമ്മ പറയാതെ വന്നതിന് പൊലിനെ അടിയിട്ട് അതിൻ്റെ അടുത്ത് നമ്മൾ ദുബായിക്കാരനെ എളാ പറഞ്ഞ് ഞാൻ കൊടുന്ന ടാങ്ക് പൊടി ഇട്ട് ഇവർക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ദുബായിൽ നിന്ന് കൊടുന്ന ടാങ്ക് പൊടി ഇട്ട് വെള്ളം കുടിച്ച് അത് കഴിഞ്ഞ് എളാമ്മേൻ്റെ വക നമുക്ക് സ്പെഷ്യൽ പായസം ഉണ്ടാക്കി വെച്ചു കേട്ടോ. അങ്ങനെ അതും കുടിച്ച് ബിഗ് ബോസിൽ പറഞ്ഞ മാതിരി ഉച്ചക്ക് 12 മണിക്ക് പിന്നെ മന്തി ഉണ്ടായിരുന്നു കേട്ടോ. ഇവർക്ക് ഹോട്ടൽ സ്വന്തമായിട്ടുള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ കൊണ്ടുപോകും. അങ്ങനെ പിന്നെ നമ്മൾ ചിക്കൻ മന്തിയൊക്കെ കഴിച്ചു. ഞാൻ നല്ല സാദാ ചോറും നല്ല ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഗുണ്ടറിയാണ്. ഇവിടെ ടൈറ്റാട്ടോ ഗുണ്ടറിയാണ്, കാരണം ഇവിടെ എല്ലാവരും കാട്ടും. പിന്നെ ആരെങ്കിലുമൊക്കെ തിരിച്ച് കാട്ടിയല്ല ഓളെന്നെ ഫസ്റ്റ് നോളൊഴിച്ചും ചെയ്തിട്ട്. അങ്ങനെ നോളൊഴിച്ചപ്പോൾ ഓളപ്പം ഐസ്ക്രീം കൊടുന്നാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിച്ചു. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇന്നലെ നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുതിയിട്ട് നല്ലൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പുറത്തേക്ക് വന്നിരിക്കണം. അപ്പോഴാണ് ജാതിക്ക് വീണത് കണ്ടത്. അപ്പോൾ അത് പെറുക്കാൻ ഇറങ്ങിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് എളിയും വെച്ചാണ് നല്ല ചൂടുള്ള പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ഉണ്ട്. കാരണം ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് എൻ്റെ കൂടെ പോകാൻ തന്നെ പോരില്ല. എൻ്റെ കൂടെ ചെന്നാൽ ഫുള്ള് പുട്ടും കടലും ഓട്ടോട കേൾക്കാരും. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് ഞങ്ങൾ വീട്ടിൽ പോകും. അപ്പോൾ എളാമാൻ്റെ വീട്ടിലെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.